Hi friends, welcome back to Radhu's World. അപ്പോൾ ഞാനിന്ന് പെട്ടെന്നൊരു യൂട്യൂബും ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാനൊരു രാധൂസ് വേൾഡാണ് എൻ്റെ ഈ ചാനലിൻ്റെ പേര്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഞാൻ ഈ യൂട്യൂബ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാമെന്നത് കാരണം കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ ഫാമിലി ഒരുപാട് എന്താ പറയുക, ഞങ്ങളൊരു സാധാരണ ഒരു ഫാമിലിയാണ്. പിന്നെ ഞങ്ങൾ മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ എല്ലാവരും പോലെ വളരെ പഠിച്ചു. സാധാരണ ഒരു ഇന്ത്യൻ ഫാമിലി അല്ലെങ്കിൽ മലയാളി കുടുംബം മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊക്കെ പറയും. ശരാശരി ഒരു ആവറേജ് മലയാളി ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പഠിക്കണു, കോളേജിൽ പോകുന്നു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ചാൽ ഒരു PSC ആ ഒരു ട്രെൻഡാണ് ഇപ്പോൾ എല്ലാവർക്കും. അപ്പം എൻ്റെ കേസും അത് തന്നെയാണ്. ഞാൻ ആദ്യം സ്വപ്നം കണ്ടത് ഒരു ഗവൺമെൻറ് ജോലിയാണ്. ഞാനിപ്പോൾ ചെറുപ്പത്തിൽ +2 ഒക്കെ പഠിക്കണ കാലത്ത് ആ സമയത്താണ് ഈ നമ്മളുടെയൊക്കെ ഒരു 90s ആ സമയത്താണ് ഞങ്ങൾ +2. എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പാണെങ്കിൽ ഞങ്ങളൊക്കെ Gen X ആണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോഴത്തെ ന്യൂ ജനൊന്നുമല്ല. അന്നത്തെ കാലത്തൊന്നും ഇതുപോലെ യൂട്യൂബോ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ ജസ്റ്റ് ഒരു കുറച്ച് പരിചയമുള്ള കൂട്ടുകാരും ആൻഡ് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, അത്യാവശ്യം ഫോണും അങ്ങനത്തെ ഒരു കാലമായിരുന്നു അന്ന്. ഓക്കെ, അപ്പം ഞങ്ങളുടെയൊക്കെ ജനറേഷനിലെ പിള്ളേർക്കൊക്കെ അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ Gen X എന്താ എന്നൊക്കെ. അത് ജെൻസി ഇപ്പോഴത്തെ ന്യൂ ജെൻ കുട്ടികളുടെയൊക്കെ പാരൻസാണ് ഞങ്ങളുടെയൊക്കെ ടൈം. ഓക്കെ, അങ്ങനെയുള്ള ഒരു കാലത്ത് എല്ലാവരും ഞാനിപ്പോൾ മനസ്സിലാക്കിയത് ഒന്നെങ്കിൽ എൻജിനീയറിംഗ് എൻട്രൻസ് അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ്. ഇതിനൊക്കെ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് പേരൻസ് മക്കളെ പഠിപ്പിക്കുക. 8th സ്റ്റാൻഡേർഡ് തൊട്ട് അവർ തുടങ്ങും മാത്സ്, ബയോ, ഫിസിക്സ്, കെമിസ്ട്രി. ഇതൊക്കെ ഒരു ട്രെൻഡായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു കുറച്ച് കാലമായിട്ട്. അങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു കരിയറിനെ കുറിച്ചോ ഓക്കെ, ഓഫ് കോഴ്സ് മേ ബി കരിയർ വേണം എന്നുള്ളൊരു ചിന്തയുള്ള ഒരാൾ തന്നെയായിരുന്നു ഞാൻ. ബിക്കോസ് കരിയർ വേണമല്ലോ, പഠിപ്പ്, കരിയർ. പക്ഷേ എനിക്ക് അന്നത്തെ കാലത്ത് എൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ എൻജിനീയറിങ്ങോ മെഡിസിനോ ആയിരുന്നില്ല എനിക്ക്. ബിക്കോസ് മെഡിസിൻ എനിക്ക് വേണമെങ്കിൽ നോക്കാം എന്ന് വിചാരിച്ചു. ബിക്കോസ് എൻ്റെ മുത്തശ്ശൻ ഡോക്ടറാണ്, എൻ്റെ അമ്മയുടെ അച്ഛൻ ഡോക്ടറായിരുന്നു, ഹൈലി റെസ്പെക്റ്റഡ് ആയൊരു ഡോക്ടറായിരുന്നു. പിന്നെ എൻജിനീയേഴ്സൊക്കെ ഞങ്ങളുടെ കൂടെ പഠിക്കുന്നവരൊക്കെ ഭയങ്കര തലയുള്ള പിള്ളേരാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക്